ഇവളെന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച് റാഗ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തേച്ച് റിയാക്ട് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. ഇത്രയും പേർക്ക് ഫ്രണ്ടിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തത്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു, പ്രിൻസിപ്പലിന്റെ അടുത്തും കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നത്. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാൽ, അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സൈബർ ബുള്ളിങ് തെറ്റാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ഇവക്ക് ഒരാളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്, നേരിട്ട് തെറി പറയുന്നത്, നേരിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയുന്നില്ല എന്നുണ്ടോ? ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെല്ലാം ഇടണം, ഇവൾ എന്തോ വലിയ ആളാന്നാണ് വിചാരം, ഇവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് ദേ വർ ലൈക്ക് അബൌട്ട് ടു ടേക്ക് മൈ പിക്ചർ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ഇടുക എന്ന് പറയുന്നത് എന്താ, സൈബർ ബുള്ളിങ് അല്ലേ? ഇതൊന്നും അറിയില്ല എന്നുണ്ട്. ആദ്യം സ്വന്തം സിസ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് നടക്കാൻ പഠിപ്പിക്കണം, എന്നിട്ട് ഈ അഹാനയും സ്വന്തമായിട്ട് വൃത്തിയായിട്ട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. അച്ഛൻ മക്കളെ ബഹുമാനത്തിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണകുമാറിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സംസാരത്തിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്നും. അദ്ദേഹം തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മക്കളെ നല്ലപോലെയാണ് വളർത്തുന്നത്. പിന്നെ പണ്ടത്തെ കൈരളി ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ അതിനായിട്ടാണെങ്കിലും മക്കളെ ഞാൻ നല്ലപോലെ വളർത്തുന്നുണ്ട്, അവരെ ചിട്ടകളായിട്ട് വളർത്തുന്നുണ്ട്, സംസാര രീതികളാണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈലിലാണെങ്കിലും മക്കളെ നല്ലപോലെ വളർത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ മക്കൾ കോളേജ് ടൈമിൽ കാട്ടിക്കൂട്ടി ഓരോ കോപ്രായങ്ങളാണ്. ദിയയുടെ വിഷയമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ദിയയുടെ ആദ്യത്തെ വിഷയമാണ്. അതിനു മുമ്പ് ഇച്ചിരി ഏറിപ്പോയിക്കൊണ്ടിരുന്ന ചെറുതായിട്ട് അഹാനയായിരുന്നു. പിന്നെ അഹാന ഭയങ്കര പോസിറ്റീവായി. പിന്നെ ലോകം മൊത്തം അറിയപ്പെട്ടത് ആരാ? ദിയയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അമ്മൂമ്മയെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു സത്യത്തെയും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോഴാണ് ഈ ഒരു ക്ലിപ്പ് കാണാനായത്. ഇത് ആണ് ഇപ്പോൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഴയ ഒരു റാഗിങ് കേസ് കേട്ടൊക്കെയാണ്, ചെറിയൊരു അഡ്മിഷൻ്റെ കേസ് കേട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അന്ന് ഈ സംസാരിച്ച ദിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ആ കോളേജ് അഹാന വന്നിട്ട് ഈ പറയുന്ന തൊട്ട് സാറന്മാരെ വിച്ചെന്ന് പറയുന്നു. അന്നേ പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അച്ഛനെ ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ച് പോയി, ഇത്രയും നല്ല രീതിയിൽ മക്കളെ വളർത്തേണ്ട ഒരു കാര്യങ്ങൾ. പിന്നെ അമ്മൂമ്മയുടെ കേസ് കേട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇരുന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് രണ്ട് പക്ഷം കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന പോലെ ഹാനെ ഈ പറയുന്ന അമ്മുമ്മ അപ്പൂപ്പനെ വെച്ച് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നാലും നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നാലും ആ ഒരു വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഈ പറയുന്ന കുട്ടീനെ കുറിച്ച്? ഇവർ സോഷ്യൽ മീഡിയ വന്നിട്ട്, അതായത് അഹാനയ്ക്ക് കമൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. പുള്ളി ശരിക്കും റിയാക്ട് ചെയ്യും. അതിനുവേണ്ടി ചെറിയൊരു ഷോർട്ട് ഫിലിം പോലും, ഇല്ല ലവ് ലെറ്ററിൻ്റെ ഒരു വിഷയത്തിലാണെന്ന് തോന്നുന്നു, ഒരു ഷോർട്ട് ഫിലിം വരെ ഉണ്ടാക്കിയ ടീമാണ് ഇത്. ഈ കമൻറ്റിട്ട് പുള്ളി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ പുള്ളി ഭയങ്കര സംസാരമൊക്കെ ചെയ്ത അതേ വ്യക്തി തന്നെയാണ് ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ ഫോട്ടോസ് എടുക്കുന്ന ഗ്രൂപ്പിലിടുന്ന അവരെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാര്യം തുറന്നു പറയാം, നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അത്യാവശ്യം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് അപൂർവമായിട്ടുള്ള ചില ആൾക്കാരുകൾ മാത്രം, എനിക്ക് തോന്നുന്നത് സായി കൃഷ്ണചേട്ടൻ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, പിന്നെ കൈസ്, ഈ രണ്ടുപേരും അങ്ങോട്ട് മാത്രമേ ആ സമയത്തുള്ളായിരുന്നു. ബാക്കി ആൾക്കാരൊന്നും വലുതായിട്ടില്ലായിരുന്നു ഈ ഒരു ഫീൽഡിൽ. ഇപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ കൂടി വരുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5-2 വർഷം ആവുന്നതേ ഉള്ളൂ. രണ്ട് കൂട്ടാം, അത്യാവശ്യം ഒന്ന് സെറ്റായിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നുണ്ട്. അതിനു മുമ്പ് ഈ പറയുന്ന ഇവരൊക്കെ ഉള്ളായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു പോയി ഇടയ്ക്കൊക്കെ വരും, സംസാരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ ഈ 2 വ്യക്തികൾ മാത്രം. പിന്നെ ആരാണ്? അമ്മൂപ്പൻസ് വ്ലോഗ് ഉണ്ടായിരുന്നു, പുള്ളി ബിഗ് ബോസിലെ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പം അന്ന് ഇത്രയും ആൾക്കാരെ ഉള്ളായിരുന്നു. ഇതുപോലുള്ള ഇവർക്കെതിരെ വല്ല വിമർശന വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഇത് ചെയ്യാം. കാരണം അറിയാലോ, ഓഡിയൻസ് മൊത്തം ഇവർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ളവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കുറ്റം പറയും. ഈ കുറ്റം പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെയാണ് ശരിയെന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇപ്പോൾ ആൾക്കാർ കൂടുന്നതിനനുസരിച്ചാകുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഇവർക്ക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രതികരിക്കാനും പറ്റത്തില്ല. കാരണം അടുത്തവൻ പോയി അടുത്ത വീഡിയോ എടുത്തിടും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സായി ചേട്ടൻ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം.
ഇതെന്താ സ്വന്തം വീഡിയോനകത്ത് ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ല ആരോട്. ഇന്നലെ രാത്രിയാണ് എനിക്ക് CCTV വിഷ്വൽ കിട്ടുന്നത്. ഈ അമ്മമ്മ ഈ മരിച്ചുപോയ അച്ഛനെ മറ്റേ പാത്രം കഴുകുന്നോടൊന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ക്രീൻഷോട്ട് അതിൽ ആ ഒരു വീഡിയോ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു, വീഡിയോ ചോദിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ചേട്ടൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണെങ്കിൽ നമ്മളത് പുറത്ത് വിടുന്നത് ശരിയല്ല, നമ്മൾ വിടുന്നത് ശരിയല്ല. പക്ഷേ സിന്ധു മേഡം കാണുന്നവർക്കൊക്കെ ഏതോ ഒരു സബ്സ്ക്രൈബർ ഏതോ ഒരുത്തനൊരു മെസ്സേജ് അയച്ചപ്പോൾ സ്പോട്ടിൽ തന്നെ ഈ റിപ്ലൈയും കൊടുത്ത് ആ വീഡിയോ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതെല്ലാം വേണ്ട എന്ന് വെച്ച വ്യക്തികൾ തന്നെ കീഴിക്കോടിയിട്ട് പണിയാന്ന് പറയുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ തൻവി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട്, ഇനി ഞാൻ അതിവിടെ വായിച്ചിരുന്നിട്ട് വെച്ചിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. ഇനി പോസ്റ്റ് ഇടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പുറമേ സോഷ്യൽ മീഡിയ കൂടെ ഈ പ്രശ്നം തീർന്നെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഇപ്പോഴും ശത്രുക്കളാണ്. ആ പോസ്റ്റോടെയും ഇവരുടെ ഈ ഒരു ചാറ്റോടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറയുന്നുണ്ട് ഭയങ്കര സീനാ. അതായത് മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിൽ മോശം വെച്ച് പറഞ്ഞു അമ്മമ്മ. അതവര് പച്ചയ്ക്ക് ആരോടാ പറയണേ? ഏതോ ഒരാള് സ്റ്റോറിയിൽ ജസ്റ്റ് പോയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾക്കാർ ഈ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് ആലോചിച്ചു. ഇത് ഞാൻ പറയട്ടെ, ഇതൊരു കുടുംബത്തിലുള്ളവരോടോ ഇവർക്ക് ഇത്രയും കുറെ കാലമായിട്ട് അറിവുള്ളവരോടോ അല്ലെങ്കിൽ അവരെ വിഷയങ്ങൾ വീഡിയോ ചെയ്ത് നമുക്ക് ക്ലാരിറ്റി അല്ല തരുന്നേ. റാൻഡമായിട്ട് ഒരാൾ പോയിട്ട് മറ്റേ സ്റ്റോറിയിൽ ചോദിക്കുക എന്താണ് സിന്ധു ചേച്ചി പ്രശ്നം. അപ്പൊ സിക്രി പറയാണ്, സിക്രി മറ്റേ കേട്ടോ സിന്ധു കൃഷ്ണമാർ മുപ്പത്തിയേര് പറയാണ്, എടാ അങ്ങനെയാണ് റെഡിറ്റിൽ സിക്രി എന്നാ പറയുക ഷോർട്ട് ഫോം. അപ്പൊ മുപ്പത്തിയേര് പറയാണ് ഇതേപോലെ ഇന്ത്യ മോളെയൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ വരുന്നത് അമ്മ പറഞ്ഞു. ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്ന റാൻഡമായിട്ടൊരാൾക്ക്. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ എന്താ? എനിക്കൊരു സംശയമുണ്ട്. ഇത് എത്താണോ ഇത് എടാ എനിക്ക് ഒന്നും അറിയാത്ത ഒരാളോട് ഞാൻ നാളെ എന്റെ കുടുംബ പ്രശ്നം ഫുള്ള് 10 ആളോട് പറയും. ഇതിന്റെ ഇന്റൻഷൻ എന്താ? എനിക്ക് സമാധാനമാകാൻ വേണ്ടിയിട്ടല്ലോ. സമാധാനമാണെങ്കിൽ എനിക്ക് എന്റെ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിംഗ് പോയി പറഞ്ഞപ്പോൾ നീ എന്റെ വീഡിയോ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് അതിന് വരും. ഇങ്ങനെ 10 ആളോട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഇതൊരു റിയാക്ഷൻ ചാനലിന് കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുള്ളത് അറിയുന്നതുകൊണ്ട് അത് പറഞ്ഞു 10 ആളോട്. അത് കൃത്യമായിട്ട് ആ 10 ആള് നമ്മളിലേക്ക് എത്തിച്ച് ഞാൻ അടുത്ത് പുറത്തു ചെയ്തു. കണ്ടോ? പക്ഷെ നമ്മളതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. പുള്ളി വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ ചാറ്റും കാര്യങ്ങളും മാത്രമേ ഇടുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്കറിയാം എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഇത് വൈറലാക്കണമെന്നൊക്കെ. എന്താ പറയുക, കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയത്തില്ലേ, ആ പരിപാടികൾ നല്ല രീതിയിൽ അറിയാം. പിന്നെ ഞാൻ അതുപോലെ തന്നെ സായി ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ അതും കുറച്ചിരുന്ന് കണ്ടു. ഞാൻ കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, ഒന്നുമല്ല പതിപ്പിക്കലല്ല. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ അഹാനയ്ക്ക് ഡെഫിനറ്റ്ലി കുറെ അധികം ഹെയ്റ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബിച്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അമ്മമ്മേനെ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ വന്നു. ഈ ബിച്ച് എന്നുള്ള വാക്ക് പണ്ട് മുതലേ പുള്ളിക്കാർ ഉപയോഗിക്കുന്നതാണ്, പണ്ട് മുതലേ. അതൊന്ന് നിർത്തിക്കൂടെ? അങ്ങനെ ചിന്തിക്കും, കുറേയൊക്കെ ഒതുങ്ങാൻ നോക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ആൾക്കാർ ബഹുമാനിക്കുന്നത് ഈ പറയുന്ന ഒരു വ്യക്തിനെയാണ്. പണ്ട് അതില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി എന്താ പറയണ്ടേ, ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാർ പോവുക ചെയ്തത്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു ആൽബം ഡയറക്റ്റ് ചെയ്യുക അങ്ങോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച അത്ര വ്യൂവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒരു 1 lakh സംതിങ് മാത്രമേ അങ്ങോട്ട് വ്യൂ ഉള്ളായിരുന്നു. ഞാൻ ആലോചിച്ചു ഇതെന്ത് പറ്റി ഇങ്ങനെ. അപ്പോൾ ആലോചിച്ചത് നമ്മുടെ ദിയയുടെയും അൻസിയുടെയൊക്കെ ഓരോ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഒരു സമയത്ത്. നല്ല രീതി ആ കൊച്ചിൻ്റെ സബ്സ്ക്രിപ്ഷൻ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി അതിൻ്റെ കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ആൾക്കാർക്ക് എന്തോ പോലെ ഈ കൊച്ചിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ചില കമൻസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വ്യൂസ് കയറാഞ്ഞത്. അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോയിൽ എന്താ കാണിച്ചു തന്നെ, ആ വ്യക്തി അമ്മമ്മ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് അവിടെ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ വീട്ടില് ഇപ്പൊ ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ് ആണെങ്കിൽ പോലും ഒരു നേരം എന്റെ അച്ഛനെയോ അല്ലെങ്കിൽ എന്റെ മുത്തശ്ശനെയോ വെച്ചിട്ട് എന്നെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എടി പൊളിയില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് പൊളിയോ. അത് നമുക്ക് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണിക്കില്ല. ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ ഭ്രാന്തുമുത്തോ വയസ്സാങ്കാലത്ത് വട്ടുമുത്തോ പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്ന് പോകുന്നവർ ചിലപ്പോൾ പോകും. അല്ലാത്തവർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും. ഞാൻ ഈ വിവരം ഇന്നലെ അറിഞ്ഞ് അങ്ങനെ വെച്ച് നോക്കുമ്പം അത് തെറ്റാണ്. സ്വന്തം അപ്പൂപ്പനെയൊക്കെ വെച്ച് കൊച്ചുമളെ വെച്ച് കമ്പയർ ചെയ്യാനൊക്കെ നോക്കുവാണെങ്കിൽ അത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ. നമ്മളതും കൂടെ പറയണം. അതും ഇമാതിരി വർത്താനമൊക്കെ ഈ ചില വയസ്സായിട്ടുള്ള സ്ത്രീകളുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും അവർക്ക് ജയിക്കാൻ വേണ്ടി. പ്രായം ചെല്ലുമ്പോൾ ഓരോ വ്യക്തികൾ കുഞ്ഞുങ്ങളെ പോലാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലവർ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആൾക്കാരാന്ന് പറയും, ചിലവരാണെങ്കിൽ മിണ്ടാതാവും. പഴയ വീരപ്പനൊക്കെ എന്താ പറയണ്ടേ, പഴയ സ്ട്രോങ് ആയിട്ടുള്ള ടീംസുകളൊക്കെ ഉണ്ടല്ലോ, വെറും ശിശുക്കളെ പോലെ ആയിരിക്കും നടക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഇതുപോലെ വിവരക്കേട് വിളിച്ച് പറയും. ഈ അമ്മുമ്മ അങ്ങനെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ സായി ചേട്ടൻ്റെ വീഡിയോ പറയുന്നുണ്ട്, ലൈഫ് ഓഫ് അനന്തുവിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു, ഈ പറയുന്ന അഹാനയുടെ ഡ്രൈവറാണ് കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മുമ്മ ഇന്ന പോലെ സംസാരിച്ചു, അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല, അത് തെറ്റല്ലേ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് മൊത്തം അറിയാം. നമ്മൾ കുറച്ച് ആൾക്കാർ ഈ ഒരു കാര്യം മാത്രം വിട്ടുപോയി. ഓക്കെ, പിന്നെ തൻവിയുടെ ഭാഗം ക്ലിയർ ആക്കി, അമ്മൂമ്മയോടുള്ള സ്നേഹം കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കാണെങ്കിൽ പോലും ആ തൻവിയോട് മാത്രമുള്ള തോന്നുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ. പിന്നെ ദിയ ഭയങ്കര കാര്യമാണ്. ദിയ ഒന്നും മോശമായിട്ടൊന്നും അവൾ അങ്ങനെ പറയത്തൊന്നുമില്ലെന്നാണ് പുള്ളിക്കാരി പറയുകയൊക്കെ ചെയ്യുന്നത്.
തിരിച്ചു പറയും. അതായത് ഒരു മനുഷ്യന്റെ എന്താ പറയാ ഒരു ടെമ്പർ അനുസരിച്ചിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഇതിനൊക്കെ ഒരു തുടക്കം എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്കറിയില്ല. എന്തുകൊണ്ട് അമ്മമ്മ ഈ പറഞ്ഞ ഹാനക്കെതിരെയും അല്ലെങ്കിൽ സിന്ധു കൃഷ്ണക്കെതിരെയും ഇങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് അത് എനിക്ക് തോന്നുന്നത് ഒരു കോൺവെർസേഷനിലും സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടില്ല ആരോടും. അതായത് ഞാൻ കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത രണ്ടുപേരും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മാത്രമല്ല, അനന്തുല്ലേ, അനന്തുവിന്റെ അടുത്ത് ഇവരുടെ മുൻ ഡ്രൈവർ അതോ ഇപ്പൊ വല്ല മുൻ ഡ്രൈവർ എന്നാണ് എനിക്ക് തോന്നുന്നത്, അനന്തുവിന്റെ അടുത്ത് ഒരു മാസം മുമ്പ് എങ്ങാണ്ട് വിളിച്ചിട്ട് ഈ അമ്മമ്മ ഇവരെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചിട്ട് ക്ലിയർ കട്ടായിട്ട് വോയിസ് ഒക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, വൺ ടൈം അയച്ചിട്ട്. പക്ഷെ അനന്തു അതൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ലാന്നാണ് അനന്തു എന്നോട് പേഴ്സണലി പറഞ്ഞത്. ബട്ട് ദിസ് ഈസ് ദ സെയിം തിങ്. അതായത് ഒരു പേരക്കുട്ടിനെയും മുത്തശ്ശനെയും വെച്ചിട്ട് അനാവശ്യം പറയാന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. അത് ഇനി ഞാൻ പറഞ്ഞല്ലോ, ആ ഏജിനെ റെസ്പെക്ട് ചെയ്യുന്നു, ആ വയസ്സ് എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ റെസ്പെക്ട് ചെയ്താലും ആ മനുഷ്യൻ പറഞ്ഞ വൃത്തികേട് വായന്ന് വന്ന വൃത്തികേട് അല്ലാതെ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാനയ്ക്ക് അത്രത്തോളം ഹേറ്റ് വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആണ്, അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വിഷയങ്ങൾ എടുക്കാം. അല്ല, ഈ അഹാനയ്ക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ, അഹാന എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് ആർക്കും അറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഞാൻ ഒരു വോയിസ് നിങ്ങൾക്ക് വെച്ച് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ആ വോയിസിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ ഒരു പെൺകുച്ച് കോളേജിൽ വന്നിട്ട് ഇവർ കാണിച്ചു കൂട്ടി ഓരോ കോപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആ പെണ്ണിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലാണ്. അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി അവർ ഏത് അറ്റം വരെ പോകും, ഏത് ലെവലിലും പോകും, ഏത് താഴ്ന്നതിനും. പക്ഷേ പുറം ലോകം കാണുമ്പോൾ അത് വലിയ സംഭവമാണ്. കുടുംബത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മറ്റേ ദിയാകൃഷ്ണയുടെ വിഷയം വന്ന സമയത്താണെങ്കിൽ പോലും ആ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ അത് ഓക്കെ, അതും വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്ത് അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി. അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഓക്കെ, ഇനിയും കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾ അറിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുകയാണെങ്കിൽ ഓരോ വ്യക്തികളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, എന്തായാലും ഇത്ര ഹേറ്റുള്ള ഒരു ഫാമിലിയാണ് ഈ അടുത്താണ് അറിയുന്നത്. ഒരു ട്രോമ കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ ഈ സംഭവങ്ങളൊക്കെ വെച്ചോക്കുമ്പോൾ ആ വീട്ടിലെ അമ്മ അവിടെ തന്നെ മതി എനിക്ക് തോന്നിയത്. ആ വീട്ടിലെ അമ്മ അമ്മയൊക്കെ അവിടെ തന്നെ മതി, വേറെ വീട്ടിൽ പോകണ്ട. കാരണം എന്താ പറയുക, ഇതിപ്പോ ഈ അമ്മ ഡിസ്കഷൻ വരാൻ കാരണം ഈ പഴയ വീഡിയോയിലേക്കൊക്കെ പോകാൻ കാരണം എന്താ വെച്ചാൽ ഒരു കമന്റ് ഉണ്ട്, ഇതൊന്ന് വായിച്ചേ. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലേറ്റർ ഓൺ, പക്ഷേ ഈ കമന്റ് നിങ്ങൾ കേക്ക്. ആന്റി, ഐ ഫീൽ ബാഡ് ഫോർ യു. പക്ഷെ ഇത് ആണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിങ് ഇഷ്യൂസ് ഓർമ്മയുണ്ടോ? അതിലെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ മെന്റൽ ഹെൽത്ത്, കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെയും അഹങ്കാരം കാരണം, മകളെന്ന് അത് പറഞ്ഞോട്ടോ, നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായോ സംഭവം എന്താന്ന്? തുടക്കം ഒരു വോയിസ് വെച്ചാണ്ടില്ലേ, അതാണ് സംഭവം. ആ പേരോ കാര്യങ്ങളൊന്നും ഒരു വ്യക്തമായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ തുടക്കം കേട്ട വോയിസിൻ്റെ ആ വ്യക്തിയായിരിക്കാം ഈ ഒരു കമന്റ് ഇട്ടത്. ായിട്ട് ജീവിച്ചു തീർക്കേണ്ട കുറെ ഇയേഴ്സ് പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, ആൻസൈറ്റി ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആവറേജ് ഡാൻസേഴ്സ് ആയ മക്കൾക്ക് ഡാൻസിലെ സെന്റർ സ്റ്റേജ് നിങ്ങൾ പിടിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിന് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ കുറച്ച് പേരുണ്ട്. പാസീവ് ബോഡി ഷേമിംഗ്, സ്കിൻ ടോണിനെ പറ്റിയുള്ള കമന്റ്സ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പാസിംഗ് ജോക്ക് ആയിരിക്കും. എത്ര ഇൻസെൻസിറ്റീവ് ആണ് ഇതൊക്കെ എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്നേ പറയാനുള്ളൂ, കർമ്മ ഈസ് എ ബൂമറാങ്. അല്ല, ഈ കർമ്മ ബൂമറാങ് എന്നൊക്കെ പറയുമ്പോഴേ ഇവർ ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നെങ്കിൽ ഞാനതിന്റെ ഒരു ഉച്ചമാണ് വരുന്നത്. ഞാനും കേട്ടിട്ടുണ്ട്, എന്റെ പല്ലിനെ കുറിച്ച് കുറെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ. അതല്ല ഞാൻ പറഞ്ഞേ, ബോഡി ഷേമിങ്ങിന്റെ ഇവരുടെ കേസിൽ ഇവരുടെ ബോഡി ഷേമിങ് കുള്ളനാന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായി, ഇവൻ ഇത്ര കുള്ളനാണോ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിനകത്ത് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി പോയ സമയത്തൊക്കെ. കാരണം ആ കണ്ടന്റ് നിങ്ങൾ കണ്ടതാണ്. ദിയാകൃഷ്ണ വന്നിട്ട് എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഇവൻ കുള്ളനാണോ എന്നുള്ള ഒരു കമന്റ് ഇട്ടപ്പോൾ സ്മൈൽ ഇട്ട് പോയി. പിന്നെ ലേറ്റർ ഓൺ ദിയാകൃഷ്ണനെ വന്നിട്ട് എനിക്ക് കുറെ മെസ്സേജ് ഒക്കെ അയച്ച് അത് പിന്നെ അങ്ങനെ പോയി ആ സാധനം. ഇത് കമന്റ് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഞാനിത് പേഴ്സണലി അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ടും എത്ര എന്താ പറയാ ഹൈഫൈ ലൈഫ് സ്റ്റൈൽ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു കർമ്മയാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. കർമ്മ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞേറും. എനിക്കറിയാം ഇവരൊക്കെ അപ്പുറം വായിക്കും സാധനം. എലിറ്റിസ്റ്റ് മെന്റാലിറ്റി ഒക്കെ തിരിച്ചടിക്കാൻ നോക്കിക്കോ. കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ് ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ഹംബിൾ ആൻഡ് റിയാലിറ്റിയിലാണ് ഊന്നി ജീവിക്കുക. അഹാന ബാഷിംഗ് ഹർ ഓൺ കസിൻ യൂസിംഗ് എ മേജർ ലൈഫ് ട്രോമ വിച്ച് വാസ് ലൈഫ് ചേഞ്ചിങ് ഫോർ ഹർ ആൻഡ് എക്സ്പെക്ടിംഗ് പബ്ലിക് സപ്പോർട്ട് ഫോർ ഇറ്റ് ഈസ് ഡെലൂഷണൽ. അതിനുവേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ദിസ് ഇറ്റ്സെൽഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഇൻസെൻസിറ്റീവ് ആൻഡ് ഡെലുലു യു ആർ. അമ്മൂമ്മ ഈസ് ടോക്സിക് ബട്ട് ദ മൊമെന്റ് അഹാന ഡിസൈഡഡ് ടു അബ്യൂസ് ഹർ back and withdraw all support. അതിപ്പോ ഹാന സ്ലെപ്റ്റ് ചെയ്ത അപ്പൻ എന്ന് പറഞ്ഞാൽ പോലും you became the same evil that Amoma is. You should give her mental health support and get help for yourself. അതെങ്ങനെ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെയും ആക്ട്രസ് ആകാൻ നടന്നു. അവർക്കും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കികൾ അല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ട്. കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായിന്. ഇതിപ്പോ അതൊന്നും ഇല്ലാതെ പോയി. മെന്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ ആരോട് പറയാൻ?
ഇത് വളരെ ക്ലിയർ ആണ്. ഈ സ്കൂൾ ഇത് കാലഘട്ടത്തിൽ പണ്ട് കുറച്ചു കാലം മുന്നേ ഈ സംഭവം ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. ഇവര് അത് സോർട്ട് ചെയ്തിട്ടുണ്ട്, അതറിയോ? അവര് പേഴ്സണലി വിളിച്ച് സോർട്ട് ചെയ്തിട്ടുണ്ട്. സോറി പറയാൻ എല്ലാവരും സോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നോടും ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിന്റെ സീനില് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അഹാനല്ല ദിയാകൃഷ്ണ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, വർത്താനം പറയുന്നു. പിന്നെ പെട്ടെന്ന് ഒരു അമ്മായി ബ്ലോക്ക് ചെയ്ത് പോയത്. അതുകൊണ്ട് സമാധാനം എന്താ പറയാ, അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്തൊക്കെയോ ഏതോ ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു. അവരെന്തോ ആണ് സംഭവം ഈ എലൈറ്റ് ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പം പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സോഷ്യൽ മീഡിയയൊക്കെ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ഓക്കെ, നമ്മളൊക്കെ അപ്പോൾ എന്നെ ഏറിപ്പോണ്ടതാ അല്ല എന്നെ ഇതാ തൂങ്ങിച്ചാവേണ്ടതാണ് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അമാതിരി തെറിവിളിയാണ്. ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ കലിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും. എന്തായാലും മൊത്തത്തിൽ ഇപ്പം ഇതായിട്ടുണ്ട്. ഇപ്പോൾ പല കമൻസുകളും പൊങ്ങുന്നുണ്ട്, പല വീഡിയോസുകളും പൊങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ അമ്മൂമ്മ ആ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഒരു എസ്സേ പോലെ നമ്മുടെ തൻവി ഏതാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുത്തുകൊണ്ട് വരുന്നൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ.